റാ വെച്ചിട്ടുള്ള ഒരു കൊടയാണല്ലേ, നോക്കിയാലോ എങ്ങനെയാ വരയ്ക്കുന്നേ. ആദ്യം നമ്മള് ഒരു റാ വരച്ചു കൊടുക്കുന്നുണ്ടല്ലേ. കുറച്ച് അകത്തിയിട്ടുള്ള റായാണേ, ശ്രദ്ധിച്ചിരുന്നേ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടോ കൂട്ടുകാര്? ഇനി നമുക്ക് ഒരു ഇംഗ്ലീഷ് അക്ഷരം ജെ വരച്ചു കൊടുക്കാം. കണ്ടോ? ജെ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ? ഓക്കെ ആയോ? ഇനി എന്താ ചെയ്യാ? ഇങ്ങനെ ഇങ്ങനെ ഓരോ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ഭംഗി വരാനായിട്ട് ഇതിന്റെ മേലിൽ കൂടെ ഒരു റായും കൂടെ വരച്ചാലോ? കണ്ടോ? ഇഷ്ടായോ കൊട? നോക്കിയിരുന്നേ. നമുക്ക് ഇതിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ കൊടുക്കാം അല്ലേ, കുറച്ച് ഭംഗി ആയിക്കോട്ടെ. ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് വരച്ചു കൊടുക്കാം. കൂട്ടുകാരുടെ കയ്യില് കളർ പെൻസിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരച്ചോളൂ കേട്ടോ. ഡോട്ട്സ് ടീച്ചറുടെ ബോർഡിൽ വരയ്ക്കുന്നതുകൊണ്ട് കളർ പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നേ. ഇങ്ങനെ നിറയെ ഡോട്ട്സ് ഇട്ട് കൊടുത്തോളൂ. കണ്ടോ? പുറത്തു വിടാ. ഇനി ഓക്കേ, കൊട റെഡിയായോ? ഇനി നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്താലോ ഇതില്. നമുക്കൊന്ന് ഡാർക്ക് ആക്കിയാലോ? ഈ കൊടയുടെ പിടി ഡാർക്ക് ആക്കാം. ശ്രദ്ധിച്ച് വരയ്ക്കണം കേട്ടോ, പുറത്തൊന്നും പോകരുത്. നീറ്റായിട്ട് വേണം കളർ ചെയ്യാനായിട്ട്. ഓക്കേ, മഴയൊക്കെ ഉണ്ടല്ലേ, അപ്പൊ നമ്മുടെ കാലം കൂടെ പിടിച്ച് പുറത്തിറങ്ങിയാലോ? ഇഷ്ടായോ എന്റെ കൊട? നോക്ക്, നല്ല കൊടയാണല്ലേ. അപ്പൊ കൂട്ടുകാരെ വരച്ചിട്ട് കളർ ചെയ്ത കൊടയെല്ലാം ഒന്ന് എന്നെ കാണിച്ചേ, ഒന്ന് നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. കുറെ കളേഴ്സ് ഒക്കെ വെച്ച് ചെയ്തപ്പോ നല്ല ഭംഗിയായി. നമ്മുടെ സുന്ദരം കൊടയാണല്ലേ. നമുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? അംബർല ആണോ? ഇഷ്ടായോ? അപ്പൊ ടീച്ചറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.